സന്താനത്തിന്റെ ഏറ്റവും പുതിയ മൂവിയാണ് വടക്കുപട്ടി രാമസ്വാമി. ഈ ഒരു മൂവി തിയേറ്റർ റിലീസ് ആയിരുന്നു, പക്ഷെ അന്ന് അധികം തിയേറ്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം റീസെന്റ് മൂവി OTT വന്നിട്ടുണ്ട്. ആൻഡ് മൂവി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരു നൈസ് മൂവിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ എല്ലാം മറന്നു 2 മണിക്കൂർ ഇങ്ങനെ ഫുൾ ചിരിച്ച് അല്ലെങ്കിൽ ആ ഒരു വൈബൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ പോയി കാണാൻ പറ്റിയ ഒരു മൂവിയാണ് വടക്കുപട്ടി രാമസ്വാമി എന്ന് പറയുന്നത്. മറ്റേ ഫുൾ എക്സ്ട്രീം കോമഡി അല്ലെങ്കിൽ സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഫുൾ കോമഡിയും ഭയങ്കര കിടിലം സ്റ്റോറിയും അങ്ങനെയൊന്നുമല്ല. സന്താനത്തിന്റെ ഇതിനു മുമ്പുള്ള മൂവീസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ആ ഒരു സ്റ്റൈൽ എന്താണോ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സന്താനത്തിനേക്കാളും ഈ ഒരു മൂല്യം മറ്റുള്ള ക്യാരക്ടേഴ്സ് ആണ് കുറച്ചും കൂടി പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി ആ ഒരു കോമഡിയും ആ ഒരു സിനിമ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സന്താനം ഇപ്പം ഫുള്ളി ആ ഒരു ഹീറോ അല്ലെങ്കിൽ മറ്റേ പണ്ടത്തെ പോലത്തെ കോമഡീസ് ഒന്നുമില്ല. പണ്ട് മൂപ്പറുടെ ഒരു പീക്ക് ടൈം ഉണ്ട്, വേറെ ലെവലായിരുന്നു. ആ ശിവ മനസ്സർ ശക്തി, ഈ ബോസ് എന്ന ഭാസ്കരൻ, ഒരു കണ്ണാടി, ആ ഒരു ടൈമിലൊക്കെ എന്റെ പൊന്നു ചിരി എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരൻ ചുമ്മാ നിന്നാൽ മതി, അമ്മാതിരി ലെവലായിരുന്നു സ്ക്രീൻ പ്രസൻസും കോമഡിയൊക്കെ. പക്ഷെ പിന്നീട് ആ ഒരു ഹീറോ എന്ന സ്ഥാനം വന്നതിന് ശേഷം അത് കുറഞ്ഞു വന്നു തുടങ്ങി. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ മൂവീസ് എടുത്ത് നോക്കിയാലും അത് അധികവും ഇല്ല, അല്ലെങ്കിൽ സന്താനത്തിന് കോമഡി പഴയതുപോലെ വർക്കൗട്ട് ആവുന്നില്ല. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ DD ദിൽക്ക് ദിൽ റിട്ടേൺസ് മൂവി ആയാൽ പോലും സന്താനത്തിനേക്കാളും ആ ഒരു മൂവിയിൽ വന്നുപോയ മറ്റുള്ളവരാണ് കുറച്ചുകൂടി പെർഫോം ചെയ്ത ഒരു മൂവി മുന്നോട്ട് കൊണ്ടുപോയത്. എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ തോന്നിയത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വടക്കുപട്ടി എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്, അതിന്റെ ചുറ്റും പുഴയാണ്. ആ ഒരു ഗ്രാമത്തിൽ വരാനും പോകാനും ഒരു റോഡ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പാലം മാത്രമേ ഉള്ളൂ. ഈ ഒരു സിനിമയുടെ സ്റ്റോറി നടക്കുന്ന 70s 80s കാലഘട്ടത്തിലാണ്. സോ ആ ഒരു ഗ്രാമത്തിലുള്ള ഒരു ക്ഷേത്രവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രം കൊണ്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരും അവരുടെ ലൈഫും, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ക്ഷേത്രത്തിനെ രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾക്ക് നോക്കി നടക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് ആ സിനിമ സംസാരിക്കുന്നത്. ലൈക്ക് ഒരു ഡാർക്ക് കോമഡി പോലെ ആ ഒരു റിലീജിയനും അല്ലെങ്കിൽ ക്ഷേത്രവും അവിടെ ദൈവവും അതിനെയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റോറി വലിയ കിടിലം സ്റ്റോറി അങ്ങനെയൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. പക്ഷേ മൂവിയിൽ പറയുന്ന കോമഡീസും ആ ഒരു സീനൊക്കെ എന്ന് പറയുന്നത് കുറച്ച് നൈസാണ്. മറ്റുള്ള മൂവീസൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്രിഞ്ചുണ്ട്, ഇല്ല എന്നല്ല, ക്രിഞ്ചുണ്ട്, നമുക്ക് വെറുക്കുന്ന കുറേ സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ നിർത്തി പോകുന്ന തോന്നുന്ന കുറേ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ പിന്നീട് സിനിമ മുന്നോട്ട് പോകും തോറും ഒരുപാട് ക്യാരക്ടേഴ്സ് മൂവിലോട്ട് വരും, ഒരുപാട് ലൈക്ക് ഒരു വൈഡറാകും ആ ഒരു പോർഷൻ. ആദ്യം നമ്മൾ സന്താനത്തിന് കൂടെ നിൽക്കുന്ന 2-3 ക്യാരക്ടേഴ്സും ഒരു ക്ലോസ് സർക്കിളായിരിക്കും. പിന്നീട് ആ ഒരു കഥ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇവരൊക്കെ വൈഡറായിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളിലോട്ട് വരും. അവർ വന്നതിന് ശേഷം പിന്നെ ഫുൾ പൊളിയാണ്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ മൂവിയിൽ ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് എന്ന് പറയുന്നത് മൊട്ട രാജേന്ദ്ര പുള്ളിക്കാരൻ വരുന്നതിന് ശേഷമുള്ള ഒരു സീക്വൻസ് ഉണ്ട്. ഈ മൈൻസിന്റെ ചവിട്ടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് അതുള്ള ഒരു സീക്വൻസ് ഉണ്ട്. എന്റെ പൊന്നു പോലെ ഞാനത് ചിരിച്ചതിന് കൈ കണക്കൂല. അതായത് വലിയ ഡയലോഗും കാര്യങ്ങളൊന്നുമില്ല, മൂപ്പര് ഒന്ന് ചെറിയൊരു 2 ഡയലോഗ് അടിച്ചോടെ നിൽക്കും. അത് വേറെ ലെവൽ സീക്വൻസ് ആയിരുന്നു ആ മൊട്ട രാജേന്ദ്രന്റെ സീക്വൻസ് ഒക്കെ. സോ അതിന്റെ ഒരു ഫേവറേറ്റ് സീക്വൻസ് ആയിരുന്നു ഈ മൂവിയിൽ. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ വന്നു പോകുന്ന എല്ലാ കോമഡീസും നൈസായിട്ട് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയത് ഇപ്പോൾ സന്താനത്തിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ സന്താനത്തിനേക്കാളും കുറച്ചുകൂടി കോമഡി ടൈമിങ്സും അല്ലെങ്കിൽ ആ കോമഡി എയ്റ്റ് എന്ന് പറയുന്ന മറ്റുള്ള ആർട്ടിസ്റ്റാണ്. ഇപ്പം സന്താനത്തിന്റെ കൂടെ നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സും ഉണ്ട്, ഒരു പൂജാരി ഉണ്ട്, പിന്നെ സന്താനത്തിന്റെ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. ഇവരുടെ 2 പേരുടെ കോമഡീസും അല്ലെങ്കിൽ ആ സിനിമയിൽ വന്നു പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന പോകുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ വരുമല്ലോ, അവരുടെ കോമഡീസാണ് കുറച്ചും കൂടി ഏറ്റവും എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേ സന്താനത്തിന്റെ പഴയ സ്റ്റൈൽ അല്ലെങ്കിൽ റീസെന്റ് വന്ന സ്റ്റൈലൊക്കെ ഉണ്ട്, മറ്റേ ബോഡി ഷേമിങ്ങും മറ്റേ ഏക്കാത്ത കോമഡിയും, അല്ലെങ്കിൽ ഒരു മസിൽ പിടിച്ചൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ താൻ ഹീറോ ആണ് സോ താൻ മറ്റുള്ളവരെ മുമ്പിൽ അങ്ങനെ താഴ്ന്നു കൊടുക്കത്തില്ല, അങ്ങനത്തെ രീതിയിലുള്ള കോമഡിയൊക്കെ ഉള്ളൂ. അങ്ങനത്തെ സ്റ്റൈൽ പിടിക്കുന്നതുകൊണ്ട് തന്നെ പഴയതൊരു സന്താനം വർക്കാവുന്നില്ല. ലൈക്ക് സന്താനത്തിന്റെ പണ്ടത്തെ കോമഡീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മൂവി 7000 പോയിട്ട് ആ ഒരു ജില്ലയുടെ അടുത്ത് പോലും പോകത്തില്ല, അങ്ങനത്തെ ലെവലാണ് പഴയ കോമഡീസ് പറയുന്നത്. സോ ഈ ഒരു മൂവിലോട്ട് വരുമ്പോഴും മറ്റുള്ള ക്യാരക്ടേഴ്സ് ആണ് എനിക്ക് കുറച്ചുകൂടി ഫീൽ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊട്ട രാജേന്ദ്രൻ അങ്ങേരുടെ സീക്വൻസ് ഉണ്ട്, ആ ഒരു മൈനും അങ്ങേരുമായിട്ടൊക്കെ അതൊക്കെ അടിപൊളിയാണ്. പിന്നീട് നേരത്തെ പറഞ്ഞ പൂജാരി പുള്ളിക്കാരൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. പുള്ളിക്കാരൻ ആദ്യം നമ്മൾ ചുമ്മാ കൊണ്ട് ഇങ്ങനെ 2-3 കോമഡി എവിടെയും പറയാനോ ഒരു കൗണ്ടർ അടിക്കാനോ, അല്ലെങ്കിൽ ഇവർക്ക് 2 പേർക്ക് ഒരു ബോഡി ഷേം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരാളെന്ന് വിചാരിച്ചോളൂ. പക്ഷെ മൂടെ എൻഡിലോട്ട് വരുമ്പോൾ പുള്ളിക്കാരനെ വെച്ചിട്ട് ഒരു എൻ്റയർ സീക്വൻസ് തന്നെ അടിപൊളിയായിട്ടൊക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് കണ്ടിരിക്കാം, നമുക്ക് എല്ലാം മറന്ന് മറ്റേ ലോജിക്കോ അല്ലെങ്കിൽ ഇതെന്ത് ഇങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ, ഇങ്ങനെ പൊട്ടന്മാരാക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന അവിടെ ഇരിക്കത്തേ ഉള്ളൂ. സോ അതൊന്നും ഇല്ലാതെ, സോ അങ്ങനെയൊന്നും ആലോചിക്കാതെ സിനിമ കാണുന്നതിന് മുമ്പ് ലോജിക്കും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ ഊരി വെച്ചിട്ട് പോയി കാണുക, പോയി കണ്ടു നോക്കുക. ഒരു നൈസ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, കുറെ ചിരിക്കാനും നൈസ് ആയിട്ടുള്ള ഒരു ഫീൽ റൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു മൂവി. അല്ലാതെ എക്സ്ട്രീം മറ്റേ കിടിലം എൻ്റയർ സിനിമ വാസ് ഭയങ്കര കോമഡി ഭയങ്കര അങ്ങനെയല്ല ഞാൻ പറയുന്നത്. വന്നു പോകുന്ന എല്ലാവരും അടിപൊളി അല്ലെങ്കിൽ വന്നു പോകുന്ന എല്ലാവരും പൊളി കോമഡിയാണ് അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഈ സിനിമയിൽ ക്രിഞ്ചുണ്ട്, ഷോക്കായിട്ടുള്ള സീക്വൻസ് ഉണ്ട്, വർക്കൗട്ട് ആകാത്ത കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വർക്കൗട്ട് ആയതും അല്ലെങ്കിൽ കാണാൻ രസമുള്ള കുറേ കാര്യങ്ങളുണ്ട്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ സജസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും കണ്ടു നോക്കൂ. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.